കൂത്തുപറമ്പിൽ വയോധികയുടെ മാല പൊട്ടിച്ച കേസിൽ CPM കൗൺസിലർ പിടിയിൽ. PP രാജേഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വയോധികയുടെ സ്വർണ്ണമാല പൊട്ടിച്ചത്. വിജേഷ് ഗോവിന്ദൻ ചേരുന്നു. വിജേഷ്, എങ്ങനെയാണ് മോഷ്ടാവിനെ പിടിച്ചത്? കൂത്തുപറമ്പ് നഗരസഭയിലെ 4ാം വാർഡായിട്ടുള്ള നൂനമ്പായലിലെ കൗൺസിലറാണ്. CPM അംഗമായി മത്സരിച്ച് ജയിച്ച കൗൺസിലർ PP രാജേഷിനെയാണ് ഈ മോഷണ കേസിൽ ഇപ്പോൾ കൂത്തുപറമ്പ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നൂനമ്പാലയിൽ കഴിഞ്ഞ വ്യാഴാഴ്ച, അതായത് 16-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ കണിയാർകുന്ന് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വയോധികയായിട്ടുള്ള ജാനകി എന്ന് പറയുന്ന സ്ത്രീ അവരുടെ വീട്ടിന്റെ അടുക്കള ഭാഗത്തിരുന്ന് മീൻ വെട്ടുന്നതിനിടയിലാണ് ഈ മോഷണം നടക്കുന്നത്. ഉച്ചയ്ക്ക് 12:40 സംഭവം നടക്കുന്നു എന്നാണ് പോലീസ് അതിന്റെ FIR-ൽ പറഞ്ഞിരിക്കുന്നത്. അടുക്കള ഭാഗത്ത് നിന്ന് മീൻ വെട്ടുകയായിരുന്ന ജാനകിയുടെ പിറകുവശത്തു കൂടി വന്ന് കഴുത്തിൽ പിടിച്ച ശേഷം കഴുത്തിലുണ്ടായിരുന്ന 1 പവനോളം തൂക്കം വരുന്ന മാല ഈ പ്രതി മോഷ്ടിക്കുകയായിരുന്നു. തുടർന്ന് പിടിവലി നടക്കുന്നതിനിടയിൽ മാലയുടെ ഒരു കഷ്ണം അവിടെ തന്നെ പൊട്ടി വീഴുകയും ചെയ്തു. അതിനിടെ ഈ ബഹളം കേട്ട് ജാനകിയുടെ ബന്ധുക്കളും അയൽവാസികളും ഓടിയെത്തുന്നതിനിടയിൽ പ്രതിയായിട്ടുള്ള രാജേഷ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഇയാൾ ഹെൽമെറ്റ് ധരിച്ചിരുന്നു, ഒപ്പം പാന്റും ഷർട്ടുമാണ് ധരിച്ചിരുന്നത് എന്നുള്ളത് മാത്രമാണ് ലഭിച്ചിരുന്ന ഏക ഒരു ഇതിനകത്തുള്ളൊരു തെളിവായി ഉണ്ടായിരുന്ന സാധനം. ഇതിനിടയിൽ ഈ വീട്ടിൽ നിന്നിറങ്ങിയോടിയ രാജേഷ് റോഡിൽ സൂക്ഷിച്ചിരുന്ന ബൈക്കിലാണ് ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടത്. പക്ഷേ ഈ സംഭവം കഴിഞ്ഞ് പോലീസ് CCTV ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ രാജേഷിനെ പിടികൂടാനായത് എന്നുള്ളതാണ് കൂത്തുപറമ്പ് പോലീസ് പറയുന്നത്. കൂത്തുപറമ്പ് നഗരസഭയിലെ 4ാം വാർഡായിട്ടുള്ള നൂനമ്പായി എന്ന് പറയുന്ന സ്ഥലത്ത് ഉള്ള കൗൺസിലറാണ് രാജേഷ്. നൂനമ്പായിൽ വെച്ച് തന്നെയാണ് രാജേഷിനെ കൂത്തുപറമ്പ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ധന്യ.